നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ശബരിമല വിഷയത്തിൽ കോൺഗ്രസും ഇടതുപക്ഷവും മുസ്ലിം ലീഗും അപകടകരമായ കളി കളിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തമിഴ്നാട്ടിലെ തേനിയിൽ പ്രചരണ യോഗത്തിനിടെ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ ദിവസം കേരളത്തിൽ തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കവേ മോദി ശബരിമല വിഷയത്തെപ്പറ്റി പരാമർശിച്ചിരുന്നില്ല. എന്നാൽ തേനിയിലെ തെരഞ്ഞെടുപ്പ് റാലിയിലെ മുഖ്യ വിഷയം ശബരിമലയായിരുന്നു. നമ്മുടെ സംസ്കാരം തകർക്കാൻ ശ്രമിക്കുന്നു, പക്ഷേ BJP ഒരിക്കലും അതിനെ അനുവദിക്കില്ലെന്നും മോദി പറഞ്ഞു. നമ്മുടെ സൈനികർ നടത്തിയ മിന്നലാക്രമണത്തെയും വ്യോമാക്രമണത്തെയും ചോദ്യം ചെയ്തവരെ, സേനയെ ദുർബലപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവരെ, ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നവരെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് നിങ്ങൾ ആലോചിക്കണം. ദേശീയ സുരക്ഷയിലേക്ക് ഇവ കടന്നു വരുമ്പോൾ ഒരു വിട്ടുവീഴ്ചയും സാധ്യമല്ല. ഇന്ത്യ സംസാരിക്കുന്നതിലും ഭീകരവാദത്തെ ഇല്ലാതാക്കുന്നതിലും യാതൊരു വിട്ടുവീഴ്ചയ്ക്കും ഞങ്ങൾ തയ്യാറാകില്ലെന്ന് നിങ്ങൾക്ക് ഉറപ്പു തരുന്നു. അഭിനന്ദൻ വർത്തമാൻ പാകിസ്ഥാന്റെ പിടിയിൽ അകപ്പെട്ടപ്പോൾ എത്രയും വേഗം അദ്ദേഹത്തെ തിരിച്ചെത്തിക്കാൻ ഞങ്ങൾ ശ്രമിച്ചു. ദേശീയ സുരക്ഷയിലും രാഷ്ട്രീയം കണ്ടെത്താനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്. നമ്മുടെ സേനയെ അപകീർത്തിപ്പെടുത്തുകയാണിവരെന്നും മോദി പറഞ്ഞു. 1984 സിഖ് കലാപ ബാധിതർക്ക് ന്യായം ആര് നടപ്പാക്കും? അവരുടെ കാലത്ത് നടന്ന ദളിത് വിരുദ്ധ കലാപ ബാധിതർക്ക് ആരാണ് ന്യായം നടപ്പിലാക്കുക? ഒരു കുടുംബത്തിന് ഇഷ്ടമില്ലെന്ന ഒറ്റ കാരണത്താൽ കൈവിട്ട MGRനോടും കരുണാനിധിയോടും ആരാണ് ന്യായം നടപ്പാക്കുക? കോൺഗ്രസിന്റെ അധികാരത്തിൽ സംഭവിച്ച ഭോപ്പാൽ ദുരന്തത്തിലെ ഇരകളോട് ആര് ന്യായം നടപ്പാക്കും? മോദി ചോദിക്കുന്നു. പ്രധാനമന്ത്രി കിസാൻ സമ്മാന പദ്ധതി വഴി തമിഴ്നാട്ടിലെ ലക്ഷക്കണക്കിന് കർഷകർക്ക് വർഷം തോറും 4000 കോടിയിലധികം രൂപ നൽകുന്നുണ്ടെന്നും മോദി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.